ഇതാ പൂരപ്പറമ്പിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. നമ്മളോടൊപ്പം MS ലിഷോയും KB ശ്രീധരനും വിവരങ്ങളുമായി ചേരും. ലിഷോയിലേക്ക് പോകുകയാണ്. ലിഷോയി, നെയ്തലക്കാവിലമ്മ ആ തെക്കേ ഗോപുര നട തള്ളി തുറന്ന് നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റിയ ഗജവീരൻ എത്തുന്നു. ആ തുമ്പിക്കൈ ഉയരുന്നതിനൊപ്പം തൃശ്ശൂർ ഒരു താളം പിടിച്ചു തുടങ്ങിയാണ്. ആ താളം ഇനി മണിക്കൂറുകൾ നീളുകയാണ്. കാഴ്ചയുടെ, വർണ്ണത്തിന്റെ, വിസ്മയത്തിന്റെ ഒക്കെ ആകാശ കാഴ്ചകളുടെയൊക്കെ ഒരു വലിയ വലിയ അനുഭവം നമുക്ക് തരാൻ തൃശ്ശൂർ ഒരുങ്ങിക്കഴിഞ്ഞോ? തീർച്ചയായും ആ പൂര വിളംബരം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പൂരത്തിന്റെ ആഘോഷത്തിലേക്ക് കടന്നു കഴിഞ്ഞു. അത് പിന്നെ എല്ലാ തരത്തിലുള്ള ആ വിസ്മയങ്ങൾ, ആ കാത്തുവെച്ചിരിക്കുന്ന എല്ലാ വിസ്മയങ്ങളും ആളുകൾക്ക് മുൻപിലേക്ക് ഇങ്ങനെ എത്തുകയാണ്. നാളെ പുലർച്ചെ 4:30 കണിമംഗലം ശാസ്താവ് കണിമംഗലം ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുന്നതോടുകൂടി ആ കാര്യത്തിൽ ഒരു തീരുമാനമായി. ക്ഷേത്രത്തിലേക്ക്, അതായത് വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് തെക്കേ ഗോപുരനട വഴി വടക്കുന്നാഥനിലേക്ക് കണിമംഗലം ശാസ്താവ് അകത്തേക്ക് കയറും. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഞാനുള്ളത് ഇവിടെ ആനകളുടെ എല്ലാം തന്നെ ഫിറ്റ്നസ് പരിശോധന നടക്കുന്ന ഇടത്താണ്. അതായത് നമ്മുടെ ഏതൊക്കെ ആനകൾ ഏതൊക്കെ സമയത്ത് പങ്കെടുക്കും, അതിനോടൊപ്പം തന്നെ ഈ ആനകൾക്കെല്ലാം തന്നെ തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കാൻ കഴിയുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോഴാണ് ഒരു തീരുമാനമാവുക. ഈ ഫിറ്റ്നസ് പരിശോധന പൂർത്തിയായ ശേഷം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള ഗജവീരന്മാരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. രാമൻ ഇത്തവണ പൂരത്തിനുണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമാകുക ഈ ഫിറ്റ്നസ് പരിശോധനയ്ക്ക് ശേഷമാണ്. ഒരു 99% രാമൻ ഇത്തവണ പൂരത്തിനുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പ് തന്നെയാണെന്നാണ് നമുക്ക് അല്പസമയം മുമ്പ് ഡോക്ടർ ഗിരിദാസ് ഉൾപ്പെടെയുള്ളവർ നമ്മോട് പങ്കുവെച്ചത്. അല്ലേ ശ്രീധര, എന്തായാലും ഈ രാമന്റെ ഒരു വരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചില്ലറ വരവല്ല. തീർച്ചയായിട്ടും ഒരു രാജാവ് വരുന്ന വരവ് തന്നെയാണ്, താരം വരുന്ന വരവ് തന്നെയാണ്. ആളുകളൊക്കെ അതിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ഈ പറയുന്ന നമ്മൾ നേരത്തെ ഒരുപാട് ആളുകളുടെ പ്രതികരണങ്ങളൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ ആളുകളെല്ലാം പറയുന്നത്, കാത്തിരിക്കുന്നത് ഈ തെച്ചിക്കോട്ടാവ് രാമേന്ദ്രൻ പൂരത്തിനുണ്ടാവുമോ ഇല്ലയോ എന്നുള്ള ഒരു ആകാംക്ഷയിൽ തന്നെയാണ്. ഏതായാലും ഗിരിദാസ് ഡോക്ടറുടെ ഒരു വാക്കുകൾ വിശ്വസിച്ചാൽ നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാം, രാമൻ പൂരത്തിനിറങ്ങും. അതൊരു 1.5 ഇറക്കമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആളുകളെല്ലാം കാത്തിരിക്കുന്നതിനാണ്. പ്രത്യേകിച്ച് നാളെ ആ ഒരു തലയെടുപ്പോട് കൂടിയുള്ള വരവ് കണ്ടില്ലേ നമ്മള്, ആ ഒരു വരവ് കാണാനായുള്ള ഒരു കാത്തിരിപ്പാണ് ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നത്. കാരണം അത് കണ്ടു കഴിഞ്ഞാൽ ആരും ഒന്ന് നോക്കി നിന്ന് പോകും. അഴകാണ്, അഴകിന്റെ തമ്പുരാൻ, ഏകഛത്രാധിപതി. മതി അധികം തള്ളിക്കഴിഞ്ഞാൽ മറ്റ് ആനപ്രേമികള് നമ്മളെ വേറെ എന്തെങ്കിലും പറയും. അതുകൊണ്ട് എന്തായാലും രാമന്റെ ആ വരവിനായി കാത്തിരിക്കുകയാണ് എല്ലാവരും. നെയ്തലക്കാവ് ക്ഷേത്രത്തിൽ നിന്ന് നാളെയുള്ള ആ ഒരു വരവ് അതൊരു ഗംഭീര വരവ് തന്നെയായിരിക്കും. അതിനോടൊപ്പം തന്നെ തൃശ്ശൂർ പൂരത്തിന്റെ എല്ലാ മാസ്മരികമായ ദൃശ്യങ്ങളും ഭംഗിയും എല്ലാം തന്നെ നമുക്ക് നാളെ കാണാൻ സാധിക്കും. അതിനായി നമ്മളെല്ലാവരും ഒരുങ്ങിയിട്ടുണ്ട്.